ചില കാര്യങ്ങൾക്ക് ഒട്ടും വ്യക്തത വരുന്നില്ല. അതൊന്ന് ചോദിച്ചറിയണമെന്ന് തോന്നി. എന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് മാഡം. മാഡത്തിന്റെ കുറവ് അറിയിക്കാതെ കാര്യങ്ങൾ ഭംഗിയാക്കി എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഏൽപ്പിച്ച ജോലിയേക്കാൾ കൂടുതൽ ജോലി ജോൺ അബ്രഹാം എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ കൂടി തന്നെയാണ് ഞാൻ വിളിപ്പിച്ചത്. താങ്ക്സ്. മാഡത്തിനെ പോലെ ഒരാളിങ്ങനെ പറയുമ്പോ അത് സന്തോഷം തരുന്ന കാര്യമാണ്. ഈ മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന ആളുമായി ജോണിന് തരക്കേടില്ലാത്തൊരു ബന്ധമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയല്ലേ? അറിയാം. അറിയാമെന്ന് മാത്രമല്ല, മാണിക്കോത്ത് ഓഫീസിൽ ജോൺ കൂടെ കൂടെ പോകാറുമുണ്ട്. മാഡം, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ജോലിയുമായി കൂട്ടിക്കുഴയ്ക്കാറില്ല. പക്ഷെ എനിക്ക് ആ ബന്ധത്തെക്കുറിച്ച് അറിയേണ്ട ആവശ്യമുണ്ടിപ്പോ. കാരണം മഹേന്ദ്രനും അയാളുടെ മകൻ ശിവനുമെതിരെ ഞാൻ കണ്ടെത്തിയ ചില വിവരങ്ങൾ അടങ്ങിയ ഫയല് ഇപ്പൊ മിസ്സിംഗ് ആണ്. അത് ഞാൻ ഇവിടെ എന്റെ ഓഫീസിൽ വെച്ചിരുന്നതാണ്. ജോലിയോട് ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്ന ജോൺ എന്റെ കുറവ് അറിയിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ എവിടെയെങ്കിലും ആ ഫയൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ എന്നറിയാനാ ഞാൻ വിളിപ്പിച്ചത്. എന്താ ജോൺ, ആ ഫയൽ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ഫയൽ ഉണ്ടായിരുന്നോ? മാഡം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. മാത്രമല്ല, അത്രയും പ്രാധാന്യമുള്ള ഫയലൊക്കെ അടച്ചുറപ്പുള്ള സ്ഥലത്തല്ലേ വെക്കണ്ടേ? അടച്ചുറപ്പുള്ള സ്ഥലത്ത് നിന്ന് എടുക്കാൻ അധികാരമുള്ളവർ എടുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാഡം എന്നെയാണോ സംശയിക്കുന്നത്? ഇല്ല മാഡം, ഞാനങ്ങനെ ചെയ്യുമോ? ഓ, അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടായിരിക്കും മാഡം മാണിക്കോത്ത് മഹേന്ദ്രനുമായി സൗഹൃദം ഉണ്ടെന്നൊക്കെ ചോദിച്ചതല്ലേ? കഷ്ടം. എന്നെ പോലെ ജോലിയുടെ ആത്മാർത്ഥതയും കൂറുള്ള ഒരാളെ മാഡം സംശയിച്ചുവല്ലോ. സങ്കടമുണ്ട് മാഡം, വലിയ സങ്കടമുണ്ട്. ആ ഫയൽ എടുത്ത് ജോൺ മഹേന്ദ്രന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും സങ്കടം ഉണ്ടാവും. അതൊരു വലിയ സങ്കടത്തിലേക്ക് പോവാതിരിക്കാനാ ഞാൻ പിന്നെയും ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന്. മാഡം, മാഡത്തിനെ എന്ത് പറഞ്ഞാണ് എന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല.